തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം UDF-ഉം LDF-ഉം തമ്മിലെന്ന് നിലപാട് തിരുത്തി TN പ്രതാപൻ. തൃശൂർ പാർട്ടിയുടെ പ്രസ്റ്റീജ് സീറ്റാണെന്നും എന്തുവന്നാലും തൃശൂരിൽ ജയിച്ചേ പറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ നഗരത്തിൽ മാതൃകയായി അത്യാധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുങ്ങി. സ്വരാജ് റൗണ്ടിൽ 135ഓളം LED തെരുവ് വിളക്കുകൾ ദീപപ്രഭ ചൊരിയും. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ SC/ST കോടതി. കോടതി ഉത്തരവ് പോലീസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് ജനകീയ സമരസമിതി. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 32 ഷട്ടറുകളിൽ 16 നവീകരണത്തിനായി മാറ്റി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC224091 എന്ന നമ്പറിന് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം UDF-ഉം LDF-ഉം തമ്മിലെന്ന് നിലപാട് തിരുത്തി TN പ്രതാപൻ. തൃശൂരിൽ BJP ഇത്തവണ 3ാം സ്ഥാനത്താവുമെന്നും പ്രതാപൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. ദേശീയ തലത്തിൽ BJPയുടെ കണ്ണിലെ കരടാണ് താൻ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാളിയായി താൻ എന്നുമുണ്ടാകും. ആകാശം ഇടിഞ്ഞു വീണാലും വർഗീയ ഫാസിസവുമായി ഒരു ഒത്തുതീർപ്പിനും താനുണ്ടാകില്ല. വർഗീയതയുമായി ഒത്തുതീർപ്പ് ചെയ്യാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ആരാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമാണുള്ളത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മാത്രമാണുള്ളത്. ഞാൻ PCCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലെ ഒരു അംഗം കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വരും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ ആളായിരിക്കും സ്ഥാനാർത്ഥി, കൈപ്പത്തിയായിരിക്കും അടയാളം. ആകാശം ഇടിഞ്ഞു വീഴേണ്ടി വന്നാലും നാളെ പാതാളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും വർഗീയതയുമായി വർഗീയ ഫാസിസവുമായി ഒരു കോംപ്രമൈസും ചെയ്യില്ല. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയതയുമായും കോംപ്രമൈസ് ചെയ്യില്ല. RSS സംഘപരിവാർ ശക്തികളുടെ വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യില്ല. ഒരു വർഗീയ കക്ഷികളുമായി കോംപ്രമൈസ് ചെയ്യില്ല. വർഗീയ ഫാസിസത്തെ എതിർക്കുന്നിടത്ത് എതിർക്കും. അത് നിലപാടാണ്. ആ നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യൻ പാർലമെന്റിൽ 5 തവണ സസ്പെൻഷൻ വാങ്ങിച്ചത്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിന്റെ പേരിൽ ആ നിലപാടെടുക്കുന്നതിന് പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ച എന്നെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത് കണ്ട് പേടിക്കുന്ന ആളല്ല TN പ്രതാപൻ എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടി മതനിരപേക്ഷതയെ പണയം വെക്കാനും തയ്യാറാകില്ല. പേടിയുമില്ല. വർഗീയ ഫാസിസ്റ്റുകൾ ഒരു പേടിയില്ല. അവർ ഏത് രീതിയിലും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, ആത്മധൈര്യവും ഉണ്ട്, രാഷ്ട്രീയ ധൈര്യമുണ്ട്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 236 പദ്ധതികൾക്ക് അനുമതി നൽകി. 19.13 കോടി രൂപ ഇതിനായി അനുവദിച്ചു. കോവിഡിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച 2 വർഷക്കാലയളവിലെ 8 കോടി രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല പദ്ധതികളും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനാൽ ഭരണാനുമതി നൽകാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സമയബന്ധിതമായി കേന്ദ്രം ഫണ്ട് നൽകാത്ത സ്ഥിതിവിശേഷവും ഉണ്ട്. പാർലമെന്റിൽ MP-മാരുടെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി 204 ആണെങ്കിൽ 302 ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞു. ഹാജർ നിലയിൽ ദേശീയ ശരാശരി 79% 82% തന്റെ ഹാജർ നില. MP കാലയളവിൽ 5 സ്വകാര്യ ബില്ലിന് നോട്ടീസ് നൽകാനും 1 ബില്ല് അവതരിപ്പിക്കാനും കഴിഞ്ഞു. ലോകസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 5 വർഷത്തെ കാലയളവിൽ 5 തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക MP-യാണ് താനെന്നും ഈ സസ്പെൻഷനുകൾ തനിക്ക് താമ്രപത്രങ്ങളാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പാർട്ടിയുടെ പ്രസ്റ്റീജ് സീറ്റാണെന്നും മറ്റുള്ള മണ്ഡലം പോലെയല്ല എന്തുവന്നാലും തൃശൂരിൽ ജയിച്ചേ പറ്റൂവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൃശൂർ DCC ഓഫീസ് ഹാളിൽ നടന്ന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അടക്കം തൃശൂരിനെ പ്രസ്റ്റീജ് മണ്ഡലമായാണ് കാണുന്നത്. ബൂത്ത് തലത്തിലടക്കമുള്ള മികച്ച പ്രവർത്തനത്തിലൂടെ വിജയം സാധ്യമാക്കണം. അതിനായി ഏകീകൃത സ്വഭാവത്തോടെയുള്ള ചിട്ടയായ പ്രവർത്തനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം,
രാഷ്ട്രീയകാര്യ സമിതി അംഗം പത്മജ വേണുഗോപാൽ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA-മാർ, ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 4-ാം തീയതി കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന തൃശൂരിലെ കോൺഗ്രസ് മഹാസമ്മേളനത്തിന്റെയും 16-ാം തീയതി നടക്കുന്ന പ്രക്ഷോഭ യാത്രയുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് നേതൃയോഗം ചേർന്നത്. എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രസിഡന്റിന്റെ പരിഗണനയും ഈ റിവ്യൂ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ആദ്യം കൂടി ചേരാൻ ലേണിംഗ് സിറ്റിയുടെ ഭാഗമായി തൃശൂർ നഗരത്തിൽ വലിയ മാറ്റത്തിനൊരുങ്ങി തൃശൂർ കോർപ്പറേഷൻ. ആദ്യഘട്ടമെന്ന നിലയിൽ സ്വരാജ് റൗണ്ടിൽ 6 ഡിജിറ്റൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും 135ഓളം LED തെരുവ് വിളക്കുകളും തയ്യാറായി കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ശോചനീയാവസ്ഥയിലായിരുന്ന പഴയകാല ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചുമാറ്റിയാണ് ന്യൂജൻ ഡിജിറ്റൽ വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചത്. കോർപ്പറേഷൻ പരിധിയിലെ 150ഓളം ബസ് സ്റ്റോപ്പുകളാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സ്വരാജ് റൗണ്ടിലെ 6 ബസ് സ്റ്റോപ്പുകൾ ഡിജിറ്റലായി കഴിഞ്ഞു. സുരക്ഷയ്ക്കായി ക്യാമറ, വൈഫൈ, ചാർജിംഗ് പോയിന്റ്, സ്പീക്കർ, LED സംവിധാനം എന്നിവയ്ക്ക് പുറമെ അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂജൻ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് വികസിത രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അതിൻ്റെ പ്രാരംഭ തുടക്കം നമ്മൾ തുടങ്ങി വെച്ചു. നമ്മൾ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള 150ഓളം ബസ് സ്റ്റോപ്പുകൾ ഡിജിറ്റൽ സംവിധാനത്തിലാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളറിയാം, ഇപ്പോൾ റൗണ്ടിനകത്ത് 6 ബസ് സ്റ്റോപ്പുകൾ ഇപ്പം നമ്മൾ ഡിജിറ്റലാക്കി കഴിഞ്ഞു. ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, വൈഫൈ സംവിധാനമുണ്ട്, LED സംവിധാനം ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും നമുക്ക് അത്യാവശ്യമായി വന്നാൽ ഫോൺ വിളിക്കാവുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് വിവരമറിയിക്കാവുന്ന സ്ഥാപനങ്ങളുടെ ഒരു ഫോൺ ലിസ്റ്റ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പഴയതുപോലെ അല്ല, എല്ലാ ദിവസവും ഇതിനൊരു വാഹനം വന്ന് ഈ പറയുന്ന എല്ലാ ബസ് സ്റ്റോപ്പുകളും ക്ലീൻ ചെയ്ത് പോകാവുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇവന്റ് മാനേജ്മെന്റിനാണ് വെയിറ്റിംഗ് ഷെഡുകളുടെ നടത്തിപ്പ് ചുമതല. എല്ലാ ദിവസവും വാഹനങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പുകൾ ക്ലീൻ ചെയ്യും. ഓരോ ബസ് സ്റ്റോപ്പിനും മാസം 10,000 രൂപ വെച്ച് കോർപ്പറേഷന് അടയ്ക്കണം. ഇത്തരത്തിൽ 150 ബസ് സ്റ്റോപ്പുകളിൽ നിന്നായി കോർപ്പറേഷന് മാസം 15 ലക്ഷം രൂപ ലഭിക്കും. പകരം ഡിജിറ്റൽ പരസ്യം 10 വർഷത്തേക്ക് അവർക്ക് ഉപയോഗിക്കാം. കൂടാതെ സ്വരാജ് റൗണ്ടിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന 135 LED ലൈറ്റുകൾ കൂടി മിഴിതുറക്കുന്നതോടെ നഗരം ദീപശോഭയിലാകും. 25-ന് വൈകിട്ട് പദ്ധതി നിർവഹണത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കും. 150ഓളം ബസ് സ്റ്റോപ്പുകളാണ് ഈ കോർപ്പറേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് അടിയന്തരമായി തന്നെ ഈ 25-ാം തീയതി നമ്മളിതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ ഇതോട് ചേർന്ന് ഈ റൗണ്ടിനകത്ത് 135 പുതിയ LED ലാമ്പുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ സ്വരാജ് റൗണ്ട് ഇനി എന്നും ഇരുട്ടിൽ കിടക്കരുത്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ പുതിയൊരു മാതൃകയിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടി നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്ന പൊതുസ്വത്ത് സംരക്ഷിച്ച് സൂക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മേയർ പറഞ്ഞു. TCV തൃശൂർ. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ SC/ST കോടതി. 2017 ജൂലൈ മാസത്തിലാണ് വിനായകൻ ആത്മഹത്യ ചെയ്തത്. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് വിനായകൻ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പരാതി. കേസിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. കേസിൽ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. മോഷണ കുറ്റം ആരോപിച്ചാണ് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത്. അതിക്രൂരമായി മർദ്ദിക്കുന്നത് തുടർന്നുണ്ടായ മാനസിക വിഷമത്തിലാണ് വിനായകൻ ആത്മഹത്യ ചെയ്യുന്നതും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 കേസാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിലിരിക്കെ മർദ്ദിച്ചു എന്ന കേസും ആത്മഹത്യാ കേസുമാണ് എടുത്തിട്ടുള്ളത്. പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ മർദ്ദനത്തെ തുടർന്ന് ദളിത് യുവാവ് വിനായകൻ ആത്മഹത്യ ചെയ്തെന്ന കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് പോലീസിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് ജനകീയ സമരസമിതി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് തൃശൂർ SC/ST അതിക്രമം തടയൽ പ്രത്യേക കോടതിയിൽ നടന്ന വിചാരണയ്ക്കൊടുവിൽ വിനായകൻ കേസിൽ നീതിപൂർവ്വം അന്വേഷണം നടന്നില്ലെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളത് പോലീസ് അന്വേഷിച്ചില്ലെന്നും കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിനായകന്റെ പിതാവിനെ ന്യായമായ അന്വേഷണത്തിനും നീതിയുക്തമായ വിചാരണയ്ക്കും എല്ലാവിധ അവകാശവുമുണ്ടെന്ന് കോടതി വിധിക്കുകയായിരുന്നു. കേസ് നീതിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നടത്തിപ്പിനുമായി അഭിഭാഷകരുടെ കൗൺസിൽ രൂപീകരിക്കുകയും വിനായകൻ കേസിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് തൃശൂരിൽ ഫെബ്രുവരി 11-ന് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് ദളിത് സമുദായ മുന്നണി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വിനായകന്റെ പിതാവ് CK കൃഷ്ണൻ, ദളിത് സമുദായ മുന്നണി ജില്ലാ പ്രസിഡന്റ് K സന്തോഷ് കുമാർ, വൈസ് ചെയർമാൻ മണികണ്ഠൻ കാട്ടാമ്പള്ളി,
ഷൈജു വാടാനപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരിയിലെ കർഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെക്കാനിക്കൽ വിഭാഗത്തിന്റെ ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിൽ 16 എണ്ണം നവീകരണത്തിന്റെ ഭാഗമായി അഴിച്ചെടുത്തു. ബാക്കിയുള്ള ഷട്ടറുകൾ വരും ദിവസങ്ങളിൽ അഴിച്ചെടുക്കും. ഇവയുടെ കേടുള്ള ഭാഗങ്ങൾ മാറ്റി പുതിയവ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷട്ടറുകൾ ഇറക്കാനുള്ള റെഗുലേറ്റർ ഭിത്തിയിലെ ചാനൽ പൊളിച്ചെടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പുതിയവ ഘടിപ്പിക്കും. ഇപ്പോൾ മനുഷ്യപ്രയത്നം കൊണ്ട് തിരിക്കുന്ന ഷട്ടറുകൾ ഇനി മോട്ടോർ സംവിധാനത്തിലേക്ക് മാറും. മെക്കാനിക്കൽ ജോലികൾക്കായി 2.62 കോടി രൂപയാണ് 2019 എസ്റ്റിമേറ്റ് പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം റെഗുലേറ്ററിന്റെ സിവിൽ ജോലികൾക്കായി 2.42 കോടി രൂപയുടെ പദ്ധതികളും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെക്കാനിക്കൽ സിവിൽ ജോലികൾ ഒന്നിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനായി പെരിങ്ങാട് പുഴയിൽ ബണ്ട് കെട്ടി റെഗുലേറ്ററിന് ചുറ്റുമുള്ള വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. കൃഷിമേഖലയിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ മുല്ലശ്ശേരി കനാലിൽ വളയം ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ശോച്യാവസ്ഥ മൂലം വർഷങ്ങളായി മുല്ലശ്ശേരി കനാലിലേക്ക് ഉപ്പുവെള്ളം കടന്ന് കൃഷി നശിക്കുകയും ശുദ്ധജല പദ്ധതികൾ അവതാളത്തിലാകുന്ന സ്ഥിതിയുമായിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊത്തം 5.04 കോടി രൂപ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ജലസേചന വകുപ്പിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. TCV ന്യൂസ്, പാവർട്ടി. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറായ 20 കോടി രൂപ XC224091 എന്ന നമ്പറിന് പാലക്കാട് വിൻസ്റ്റാർ ഏജൻസിയിൽ നിന്നും സബ് ഏജന്റായ ദുരൈരാജ് 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. നികുതി കഴിഞ്ഞ് 12,60,00,000 രൂപ ഒന്നാം സമ്മാന ജേതാവിന് ലഭിക്കും. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. 45 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റിരുന്നത്. വിവിധ ആവശ്യങ്ങളുമായി പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ പണിമുടക്കി. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിയത്. അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും അടക്കമുള്ള ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂരിൽ പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർ പ്രകടനം നടത്തി. ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് ടീച്ചേഴ്സ് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. NGOA ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം AN ജെയ്സൺ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ, സെക്രട്ടറി രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 300-ൽ പരം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. സമീപത്തെ തെങ്ങുകളും ആന കുത്തിമറിച്ചിട്ടിട്ടുണ്ട്. ലോനപ്പൻ കൃഷി ചെയ്ത 6 മാസം പ്രായം വരുന്ന തേനി ഇനത്തിൽപ്പെട്ട 300-ൽ പരം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ വർഷവും ലോനപ്പന്റെ 1800 വാഴകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. വന്യമൃഗശല്യം തടയാൻ സമീപത്ത് തന്നെ വൈദ്യുത വേലി ഉണ്ടെങ്കിലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ആനശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ പടക്കം പൊട്ടിക്കൽ മാത്രമാണ് പോംവഴിയെന്ന് കർഷകർ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർപ്പ് മേഖലയുടെ 14ാം സമ്മേളനം TV വിനോദ് കുമാർ നഗറിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M. മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ PV രവി സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി K. ബിജുകുമാർ പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ KG സുധീർ സാമ്പത്തിക റിപ്പോർട്ടും, മേഖലാ ഓഡിറ്റർ റൂസ്വെൽറ്റ് റാഫേൽ ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോർജ് ലിയോ, കേരള വിഷൻ MD T. ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മേഖലാ പ്രസിഡന്റായി AG സുബ്രഹ്മണ്യനെയും സെക്രട്ടറിയായി PV ജോഷിയെയും ട്രഷററായി KG സുധീറിനെയും തിരഞ്ഞെടുത്തു. TCV ന്യൂസ്, ചേർപ്പ്. ബധിരയും മൂകയുമായ യുവതിയെ പിടിവെച്ച കേസിൽ പ്രതിക്ക് 25 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ഇരിങ്ങാലക്കുട കോടതി ശിക്ഷ വിധിച്ചു. നാട്ടിക സ്വദേശി ഉണ്ണിയാരംപുരയ്ക്കൽ വീട്ടിൽ ബിജുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി
CR രവിചന്ദ്ര ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല, അഡ്വക്കേറ്റ് KN സിനിമോൾ എന്നിവർ ഹാജരായി. അതിജീവിത ബധിരയും മൂകയുമായതിനാൽ പരിഭാഷയുടെ സഹായത്തോടെയാണ് കോടതിയിൽ തെളിവുകൾ നൽകിയത്. പിഴസംഖ്യ ഈടാക്കിയാൽ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരൂപണം നടത്തുന്നതിലെ സത്യസന്ധതയാണ് മലയാള സാഹിത്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് പ്രചോദനമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൃശൂർ ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറിയുടെ പ്രഥമ ഇന്ദിരാഗാന്ധി പുരസ്കാരം തൃപ്രയാറിൽ ബാലചന്ദ്രൻ വടക്കേടത്തിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥകളും കവിതകളും സാഹിത്യവുമെല്ലാം മുഖം നോക്കിയല്ല നിരൂപണം ചെയ്യേണ്ടത്, മറിച്ച് അവയിലെ ഉള്ളടക്കവും രചനകളിലെ വൈഭവവുമെല്ലാം അടിസ്ഥാനമാക്കിയാണ് നിരൂപണം നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ നിർഭയനും നിഷ്പക്ഷനുമായ നിരൂപകനായാണ് ബാലചന്ദ്രൻ വടക്കേടത്തിനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുകയെന്നും VD സതീശൻ പറഞ്ഞു. അതിനാദ്യമായി ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അത് ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്തിന് നൽകിക്കൊണ്ട് ആ പുരസ്കാരത്തിന് തന്നെ അർത്ഥമുണ്ട് എന്നാണ് നിങ്ങളെല്ലാവരും ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തം കൂടിയാണ്. 50,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും ചേർന്ന പുരസ്കാരം അദ്ദേഹം ബാലചന്ദ്രൻ വടക്കേടത്തിന് സമ്മാനിച്ചു. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, VT ബൽറാം, MP വിൻസെന്റ്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, PL ജോമി, N ശ്രീകുമാർ, അനിൽ പുളിക്കൽ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സത്യങ്ങൾ മുഖം നോക്കാതെ വെട്ടി തുറന്നു പറയാൻ മടിയില്ലാതിരുന്ന യഥാർത്ഥ സാംസ്കാരിക നായകനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അധ്യാപകനും പ്രഭാഷകനും വിമർശകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം തികയുകയാണ്. അനീതിക്കെതിരെ മുഖം നോക്കാതെ ശബ്ദിക്കുകയും മതേതരത്വത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിരന്തരം വാദിക്കുകയും ചെയ്ത നട്ടലുള്ള ഒരു നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അഴിമതിക്കും അക്രമത്തിനും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി. ഒരേ സമയം സാമൂഹിക വിമർശകനും സാഹിത്യ വിമർശകനും സമഗ്ര വിമർശകനുമായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടുമാണ് നിരന്തരം കലഹിച്ചത്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടെ തുറന്നു പറയാൻ അഴീക്കോട് ഒരിക്കലും മടിച്ചിരുന്നില്ല. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി അഴീക്കോടിന് മാറിയത്. വിമർശനത്തിന്റെ കൂരമ്പിൽ കോർത്ത അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വാക്കുകളുടെ വിസ്മയമായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സ് മുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കോടിന്റെ ശബ്ദം. മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അഴീക്കോട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവുമായിരുന്നു. 1961 തലശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ആശാന്റെ സീതാകാവ്യം, ശങ്കരക്കുറുപ്പ്, തത്വമസി, ഭാരതീയത, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റേതായിട്ടുണ്ട്. 2012 ജനുവരി 24 തന്റെ 85-ാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത്. TCV തൃശൂർ. സുകുമാർ അഴീക്കോടിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാതെ 12 വർഷമായി അലമാരിയിൽ. ചിതാഭസ്മം എന്ത് ചെയ്യണമെന്ന് വിൽപത്രത്തിലില്ലെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കാൻ ആരുമില്ല. ഇതിന് അഴീക്കോട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കടലിലോ നദിയിലോ ഒഴുക്കാൻ അക്കാദമി തയ്യാറാണ്. സ്വന്തമായി തീരുമാനമെടുക്കാൻ അക്കാദമിക്ക് അധികാരമില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണം അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. സുകുമാർ അഴീക്കോടിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണം സംഘടിപ്പിച്ചു. കവിയും പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. കവി അഗസ്റ്റിൻ കുട്ടനല്ലൂർ, കോഓപ്പറേറ്റീവ് കോളേജ് വൈസ് പ്രസിഡന്റ് TS സജീവൻ, പ്രിൻസിപ്പൽ S അരുണ, അയനം നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MR മൗനീഷ്, ട്രഷറർ TM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ രണ്ടാൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളത് വലിയ
അപ്പൊ അതുപോലെ യാതൊരു ഒക്കെ വിലപ്പെട്ട ഒരു ജൈവ ബുദ്ധിജീവികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പന്തമേന്തിയ പ്രതികരണത്തിന്റെ പ്രവാചകനായിരുന്ന അഴീക്കോട് മാഷിന്റെ ചിതാഭസ്മം അഴിയിട്ട അലമാരയിലല്ല അലയടയ്ക്കുന്ന ആഴിയിലാണ് ഒഴുക്കേണ്ടതെന്നാണ് സാംസ്കാരിക ലോകം ആഗ്രഹിക്കുന്നതെന്ന് നടൻ ജയരാജ് വാര്യർ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മൃതിയിൽ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ എം.ആർ. തമ്പാൻ അഴീക്കോടിന്റെ ഗാന്ധിയൻ ദർശനങ്ങൾ അവതരിപ്പിച്ചു. കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, P.R.K. ചേനം, ശ്രീജ നടുവം, നഫീസത്ത് ബീവി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. പിങ്ക് കഫേക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോൺഗ്രസ് CPM നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടർന്നാണ് പിങ്ക് കഫേ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻവശത്തായി വീതി കുറഞ്ഞ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേക്ക് എതിരെ 17-ാം വാർഡ് മെമ്പർ MC ഐജു ഹൈക്കോടതിയിലും പൊതുമരാമത്ത് വകുപ്പിലും നൽകിയ പരാതിയും കോൺഗ്രസ് പ്രവർത്തകനായ റാഫേൽ മുരിങ്ങാത്തേരി CM പോർട്ടിൽ നൽകിയ പരാതിയും പിൻവലിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, PS സുനീഷ് എന്നിവരും CPM നേതാക്കളായ PT ദേവസി, KM അഷ്റഫ്, MS സിദ്ധൻ എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് പരാതികൾ പിൻവലിക്കാൻ ഐകകണ്ഠേന തീരുമാനിച്ചത്. 2023 ഫെബ്രുവരി 14-നാണ് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും സ്കൂളിനും മുൻപിലായി സ്ഥാപിച്ചത്. വീതി കുറഞ്ഞ റോഡരികിൽ പിങ്ക് കഫേ സ്ഥാപിച്ചത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച വാർഡ് മെമ്പർ MC ഐജു അന്ന് തന്നെ പിങ്ക് കഫേക്ക് മുന്നിൽ സമരം ആരംഭിച്ചു. പിന്നീട് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയും 6 മാസത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ AC മൊയ്തീൻ MLA യോഗം വിളിച്ചു ചേർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പിങ്ക് കഫേ മാറ്റി സ്ഥാപിക്കാമെന്ന ധാരണയിൽ ഓഗസ്റ്റ് 16-ന് സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. പിന്നീട് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷന്റെ മറുവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ ഈ സ്ഥലവും വീതി കുറഞ്ഞ റോഡരികാണെന്നും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോപിച്ച് ഐജു വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നു. കോടതിയിലും മറ്റും പരാതികളുള്ളതിനാൽ കഫേ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് CPM നേതാക്കൾ പഞ്ചായത്തിൽ യോഗം ചേർന്ന് പരാതികൾ പിൻവലിക്കാൻ ധാരണയിലെത്തിയത്. നിലവിലുള്ള പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസിനും മുൻപിലായിട്ടാണ് പിങ്ക് കഫേ പ്രവർത്തിക്കുക. അതേസമയം മുൻപ് പിങ്ക് കഫേ കിടന്നിരുന്ന സ്ഥലത്ത് പോലീസ് പിടിച്ചിടുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. TCV എരുമപ്പെട്ടി. മുൻ കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി നേതാവുമായ ഗുലാം നബി ആസാദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂരിലെത്തിയത്. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദ്വി, മഹല്ല് സെക്രട്ടറി SA അബ്ദുൽ ഖയ്യൂം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹിമാൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പള്ളിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസംഗപീഠവും തൂക്കുവിളക്കും നോക്കിക്കണ്ട ഗുലാം നബി ആസാദ് നിസ്കാരം നിർവഹിച്ച ശേഷമാണ് മടങ്ങിയത്. ഗുരുവായൂരിൽ വിവാഹ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാമനേടത്ത് രാജേഷിന്റെ മകൻ 7 വയസ്സുള്ള അഭിനവ്, രാജേഷിന്റെ സുഹൃത്ത് അജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിലെ ഔട്ടർ റിംഗ് റോഡിലായിരുന്നു അപകടം. പഴയ BSNL ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു വരുന്നതിനിടയിൽ ജീപ്പ് തെക്കേനടയിൽ LIC ഗുരുവായൂർ കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായി തകർന്നു. അമിത വേഗതയിലായിരുന്നവ ജീപ്പിലുള്ളവർ മദ്യപിച്ചിരുന്നതായി കാറുടമ തൈക്കാട് സ്വദേശി ചെറുവത്തൂർ ബിജു പറഞ്ഞു. പോലീസിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കോടാലി ശ്രീധരനെ ചോദ്യം ചെയ്യലിനായി കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 ദിവസത്തേക്കാണ് ശ്രീധരനെ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി പോലീസിന് വിട്ടു നൽകിയത്. ശ്രീധരന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത തോക്ക് മൈസൂരിൽ നിന്ന് വാങ്ങിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു കേസിൽ ചോദ്യം ചെയ്യലിന് ശ്രീധരന്റെ മകൻ അരുണിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് പോലീസും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കരകൗശല നിർമ്മിതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപമാതൃകകളുമായി മണലൂർ സ്വദേശി അജു ശ്രദ്ധേയനാകുന്നു. തീർത്തും വേറിട്ട നിരവധി രൂപമാതൃകകളാണ് അജു നിർമ്മിച്ചിട്ടുള്ളത്. ശബരിമല സന്നിധാനം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട, പാറമേക്കാവ് ക്ഷേത്രനട, പാലക്കാടൻ ഗ്രാമം, കടപ്പുറത്തിന്റെ ദൃശ്യം, ഗ്രാമീണ ഭംഗികൾ എന്നുവേണ്ട
വാഴയിലയിൽ തയ്യാറാക്കിയ പപ്പടം കാച്ചിയതുൾപ്പെടെയുള്ള സദ്യവട്ടങ്ങളും കണിവെള്ളരിയും തൂക്കുവിളക്കും ബസ്സും വരെ അജുവിന്റെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ ഓടിയിരുന്ന ശ്രീകൃഷ്ണ ബസിന്റെ അതേ മാതൃകയും അംബാസിഡർ കാർ, ട്രാവലർ, ഓട്ടോറിക്ഷ എന്നിവയുടെ മാതൃകകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. 40-കാരനായ അജു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഫോറക്സ് പേപ്പർ, സ്ക്രബ്സ് എന്നിവ ഉപയോഗിച്ചാണ് ഇവയുടെ രൂപകൽപ്പനകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ നിർമ്മിതികളും ഓരോ പ്ലേറ്റുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ പനകളും വീടുകളും കൗതുകം ജനിപ്പിക്കുന്നവയാണ്. കുടമാറ്റം നടക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനിറയിലെ ഇറക്കവും സമീപം നിലകൊള്ളുന്ന ഉണങ്ങിയ മരം പോലും അതേ മികവിൽ അജു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രനടയുടെ ദൃശ്യഭംഗിയും മികവോടെ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിന്റെ രൂപകൽപ്പനയിൽ ശ്രീകോവിലിൽ ഇരിക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയും കൊടിമരവും 18 പടികളും നയനമനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടപ്പുറത്തിന്റെ ദൃശ്യങ്ങളിൽ ലൈറ്റ് ഹൗസും പള്ളിയും കടലുമെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. വിപണനത്തിന് വേണ്ടിയല്ല, തീർത്തും കൗതുകം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇവയുടെ നിർമ്മാണത്തിൽ തൽപരനായതെന്നാണ് അജു പറയുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. വണ്ടികളുടെയാണ് ക്രേസ് ആയിരുന്നത്. അപ്പോൾ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടികൾ ചെയ്യുന്ന ആളുകളായ കാരണം അപ്പോഴാണ് നമ്മളൊരു പുതിയതായിട്ടൊരു ബേസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഈ കിണ്ണത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കിണ്ണത്തിൽ അങ്ങനെയാണ് നമ്മൾ കിണ്ണത്തിൽ തൃശ്ശൂരുള്ള മെയിനായിട്ടുള്ള വടക്കുന്നാഥനും പാറമേക്കാവും ചെയ്യുന്നത്. പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതല്ല. അതൊക്കെ അവിടെ റൂമിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. TCV അന്തിക്കാട്. തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച നഴ്സിംഗ് ഓഫീസർ ചാലക്കുടി സ്വദേശി മിനിയുടെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. ആശുപത്രി ജീവനക്കാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടക്കും. ചാലക്കുടി വെട്ടുകടവ് തോപ്പിൽ ആന്റുവിന്റെ ഭാര്യയാണ് നിർമ്മാണം നടന്നുവരുന്ന കെട്ടിടത്തിന്റെ ലിഫ്റ്റിന്റെ ഗർത്തത്തിൽ വീണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. തൃശൂർ ചെമ്പൂക്കാവ് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷവും ലാപ്ടോപ്പ് വിതരണവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് KM സനോജ് ലാൽ, കൗൺസിലർ റെജി ജോയ്, MTI പ്രിൻസിപ്പൽ L മിനിമോൾ, ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ അഭിലാഷ് ദാസ്, PTA വൈസ് പ്രസിഡന്റ് MB ബിജു, അക്കാദമി ഹെഡ് J നെൽസൺ, വർക്ക്ഷോപ്പ് ഫോർമാൻ PB സുധി തുടങ്ങിയവർ സംസാരിച്ചു. പി ബാലചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണ ഉദ്ഘാടനവും കലാ, ശാസ്ത്ര, കായിക മേഖലകളിൽ സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ LP UP കുട്ടികൾക്കായുള്ള ദ്വിദിന സെവൻസ് ഫുട്ബോൾ മേളയായ യങ് ചാമ്പ്യൻ ഫുട്ബോൾ മേളയ്ക്ക് ഒളരിക്കരയിൽ തുടക്കമായി. കൗൺസിലർ ശ്രീലാൽ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊളന്നൂർ, ഡെന്നി, ബിനറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. LP വിഭാഗത്തിൽ 13 ടീമുകളും UP വിഭാഗത്തിൽ 18 ടീമുകളുമാണ് മത്സരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ മജിസ്ട്രേറ്റ് ചമഞ്ഞ് കബളിപ്പിച്ച കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പാലക്കാട് നെന്മാറ, പോത്തുണ്ടി, കോയപ്പാട്ട് കിഷോറിനെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത്. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം അറക്കത്താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്നതിനിടയിൽ 2015 ഫെബ്രുവരി 10-ാം തീയതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റാണെന്ന വ്യാജേന ഇയാൾ മറ്റുള്ളവരെ കബളിപ്പിച്ചുവെന്നായിരുന്നു കേസ്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം തെറ്റാണെന്ന് കോടതി വിലയിരുത്തി. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് KR ഷീജ കോടതിയിൽ ഹാജരായി. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് സെന്റ് തോമസ് കോളേജിലെ 21 വിദ്യാർത്ഥികൾ അർഹരായി. 10 ബിരുദാനന്തര ബിരുദ ക്ലാസുകളിൽ നിന്നായി ഉന്നതന്മാർക്ക് ലഭിച്ച 21 വിദ്യാർത്ഥികളാണ് 1 ലക്ഷം രൂപ വീതം ഒറ്റത്തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പിന് അർഹരായത്. വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാര വിതരണം നിർവഹിക്കും. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഈ മാസം 27-ാം തീയതി അവധി പ്രഖ്യാപിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതിനാലാണ് അവധി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം UDF-ഉം LDF-ഉം തമ്മിലെന്ന് നിലപാട് തിരുത്തി TN പ്രതാപൻ. തൃശൂർ പാർട്ടിയുടെ പ്രസ്റ്റീജ് സീറ്റാണെന്നും എന്തുവന്നാലും തൃശൂരിൽ ജയിച്ചേ പറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ നഗരത്തിൽ മാതൃകയായി അത്യാധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുങ്ങി. സ്വരാജ് റൗണ്ടിൽ 135ഓളം LED തെരുവ് വിളക്കുകൾ ദീപപ്രഭ ചൊരിയും. ഏകണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് തൃശൂർ SC/ST കോടതി. കോടതി ഉത്തരവ് പോലീസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് ജനകീയ സമരസമിതി. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 32 ഷട്ടറുകളിൽ 16 നവീകരണത്തിനായി മാറ്റി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ XC224091 എന്ന നമ്പറാണ്. തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.